ഹലോ. ഇന്നേ കുളു മണാലിയിലെ കാഴ്ചകളായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ മണാലിയിലേക്ക് പോയത്. അവിടുന്ന് കാറ് വാടകയ്ക്ക് എടുത്തിട്ടാണ് മലയിലേക്ക് കയറിയത്. അപ്പോൾ നല്ലൊരു ഡ്രൈവറെ ഞങ്ങൾക്ക് കിട്ടി. പുള്ളി ഞങ്ങൾക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. വഴിയിൽ ഉടനീളം മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കാണാൻ ദൂരെ സ്ഥലങ്ങളിൽ മലയിൽ മഞ്ഞ് മൂടി കിടക്കുന്നത്. ഇത് താഴ്വാരത്തെ കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ചേർന്ന് അമ്പലമൊക്കെ ഉണ്ട്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് അമ്പലത്തിലൊക്കെ പോകാം. നമുക്ക് അവിടെ പുറത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്ന കൂടുതൽ തണുപ്പാണ്. മോനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വന്ന സീസൺ കുറച്ച് തണുപ്പ് മഞ്ഞ് വീഴാൻ പോകുന്ന സമയം ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച അടൽ ടണലാണ്. ഒരു മല തുറന്ന് അപ്പുറം മലയിലേക്ക് കിടക്കുന്ന വളരെ കിലോമീറ്ററോളം ലാഭമുള്ള ഒരു വേ ആണിത്. പക്ഷേ അപ്പുറം സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് മനോഹരമായ കാഴ്ചയാണ്. തണുപ്പ് കുറച്ചും കൂടി കൂടിയ ഒരു പ്രദേശമാണ്. അപ്പുറത്തേക്ക് എത്തുമ്പോൾ മഞ്ഞ് മൂടി കിടക്കുന്ന മലകൾ അവിടെയും കാണാം. മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ മഞ്ഞ്. അവിടുന്ന് ഞങ്ങൾ അവിടെ ഇറങ്ങിയ ശേഷം ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പം പയ്യെ മഞ്ഞ് റോഡ് സൈഡിലൊക്കെ വന്ന് തുടങ്ങി. അടുത്തടുത്ത് വന്ന് തുടങ്ങി. റോഡിൻ്റെ സൈഡിലെല്ലാം മഞ്ഞ് കട്ടകൾ മൂടി കിടക്കുന്നത് കാണാം. അപ്പോൾ ഇപ്പോൾ ഒരു പാലത്തിലൂടെയൊക്കെ കടന്ന് നമ്മൾ അപ്പുറം സൈഡിലേക്ക് കിടക്കുമ്പോൾ മരങ്ങളൊന്നുമില്ല. മൊട്ടക്കുന്നുകളാണ് മുഴുവൻ. പുല്ല് പതിഞ്ഞ മൊട്ടക്കുന്നുകൾ. ജനങ്ങളെല്ലാം മഞ്ഞിലിറങ്ങി ആസ്വദിക്കുന്നുണ്ട്. വാരി കളിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ നല്ലൊരു മനോഹര കാഴ്ചയാണ്. ഞങ്ങൾ ഏകദേശം മുകളിലെത്തി ഇപ്പോൾ കാണേണ്ട ഭംഗി പറഞ്ഞാൽ തീരാത്തത്ര ഭംഗിയാണ്. അവിടെ താഴോട്ട് നോക്കുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തേക്കുന്നത് കാണാം. പാർക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഡ്രൈവറെ കിട്ടിയതുകൊണ്ട് പുള്ളി ഞങ്ങൾക്ക് മുകളിൽ വരെ എത്തിച്ചു തന്നു. അവിടുന്ന് നമ്മൾ കുറേ പർവ്വതങ്ങൾ ഇങ്ങനെ ചുറ്റിനും കാണാം. അത് നമുക്ക് വീഡിയോയിൽ എത്രമാത്രം അത് ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അത് മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്ന മലകളും താഴ്വാരങ്ങളും എല്ലാം. ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് മുകളിലേക്ക് പിന്നെ നടന്ന് കയറാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി, തണുപ്പ് കൂടിയിട്ട്. അപ്പോൾ വടിയൊക്കെ ഉണ്ട്, സ്റ്റിക്കൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടും. കുത്തിപ്പിടിച്ച് വേണം മുകളിലേക്ക് കയറാൻ. താഴ്വാരത്തൊക്കെ മഞ്ഞാവുന്നേ ഉള്ളൂ. സീസൺ സമയത്ത് ഇവിടെ മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനത്തെ ഒരു പച്ചപ്പ് പോലും കാണില്ല, ഫുള്ള് മഞ്ഞാണ്. സീസൺ സമയത്ത് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഇവിടെ മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ വരവാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് ഈ മൃഗത്തിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാനൊക്കെ പറ്റും. അതിനുള്ള സൗകര്യമുണ്ട്. നമുക്ക് പയ്യെ മുകളിലേക്ക് നടന്ന് കയറുമ്പോൾ നമ്മൾ ബ്രീത്ത് എടുക്കുന്നത് കൂടി വരും. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളതായിട്ട് പൊരുത്തപ്പെടും, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ചിലവർക്കൊന്നും അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ഞങ്ങൾ മുകളിലേക്ക് പയ്യെ കയറി അവിടെ മഞ്ഞിൽ ഞങ്ങൾ ഇരുന്ന് കളിക്കാനൊക്കെ തുടങ്ങി. പല ടോയ് പോലെയുള്ള പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കി. നല്ല രസമാണത്. മഞ്ഞ് വാരി കളിക്കുക എന്ന കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ഓർമ്മയാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോഴുള്ള സന്തോഷം എത്രമാത്രം പറഞ്ഞാൽ തീരുമെന്ന് അറിയില്ല. ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് വന്നത്. ഇവിടെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മൾ മുകളിലേക്ക് നടന്ന് കയറുമ്പോൾ ഒറ്റയടിക്ക് കയറാതെ പയ്യെ നടന്ന് റെസ്റ്റ് എടുത്ത് കയറുകയാണ് ഏറ്റവും നല്ലത്. ഒറ്റയടിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടും. ഞങ്ങൾ മുകളിലെത്തി. അതിൻ്റെ മുകളിലേക്ക് കയറ്റി വിടില്ല, കാരണം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ഓക്സിജൻ്റെ അളവ് കുറയും. അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല. ഞങ്ങളവിടെ ഇരുന്ന് ഞങ്ങൾ പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കി, എന്തൊക്കെയോ ഉണ്ടാക്കി എൻജോയ് ചെയ്തു. പക്ഷേ അവിടെ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ മഞ്ഞൾ ഉരുണ്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ സന്തോഷം അവിടെ പ്രകടിപ്പിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ചിലർ മഞ്ഞ് വാരി എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് നേരം മഞ്ഞ് കളിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. നമ്മൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു വൈബ്രേഷൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തില്ലെങ്കിൽ നമുക്ക് അതൊരു നമ്മുടെ ബോഡി സ്റ്റക്കായുള്ള രീതിയിലേക്ക് വരും. മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്സിജനൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ മഞ്ഞിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒരു സ്ഥലത്ത് നമ്മൾ ഒന്നും ചെയ്യാണ്ട് അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മുന്നോട്ട് എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഒരുപാട് പേര് മഞ്ഞിൽ ഉരുണ്ട് മറിഞ്ഞ് കളിക്കുന്നതൊക്കെ ഉണ്ട്. നല്ല രസമാണ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും. അതുപോലെ നല്ല ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചുറ്റിനും മലകളിലെല്ലാം മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി.
താഴോട്ട് ഇറങ്ങി വരുമ്പം മൊട്ടക്കുന്നുകളുടെ ഇടയിൽ കൂടി ഉരുളൻ പാറകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. എപ്പോൾ വേണമെങ്കിലും ലാൻഡ് സ്ലൈഡിങ് വീഴാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ആ ഏരിയ മുഴുവൻ. ദൂരം ചെല്ലുന്തോറും അകലെയുള്ള മണാലിയിലെ ആ മലയോരം പ്രദേശങ്ങളിലെ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാൻ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരുപാട് പേര് റോഡ് സൈഡിൽ ഒക്കെ വന്നിരുന്ന് ആ കാഴ്ച ആസ്വദിക്കുന്നുണ്ട്. താഴത്തെ അടിവാരത്ത് ഈ പാർക്കിങ്ങിൽ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫ്രഷപ്പിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ അവിടെ വന്ന് ഫ്രഷപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി.